യമധർമ്മൻ വരുന്നത് എന്നാണ് ഇവിടുത്തെ കഥ. സുദർശനൻ തൻ്റെ ഭാര്യയായ ഓഘവതിയോട് അതിഥി വന്നാൽ എന്തും കൊടുത്ത് സന്തോഷിപ്പിക്കണം, ആത്മദാനം ചെയ്തും, അതായത് സ്വന്തം ശരീരം തന്നെ കൊടുത്തു പോലും സന്തോഷിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാര്യയോട് അവളുടെ ശരീരവും അതിഥിക്ക് കൊടുത്തു കൊല്ലണം എന്നൊക്കെ ആരും പറയില്ല. അതൊക്കെ ചാർവാകൻ കയ്യിൽ നിന്ന് ഇടുന്നതാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. മഹാഭാരതത്തിലെ കഥാപാത്രം ഭാര്യയോട് പറയുന്നതാണ് ഇത്. നോക്കുക, മഹാഭാരതം 13:1-43 പറയുന്ന ശ്ലോകം ഇങ്ങനെയാണ്: ഏന ഏന ച തുഷ്യേത നിത്യമേവ ത്വയാതിഥി അപ്യാത്മന പ്രദാനേന നതേ കാര്യാ വിചാരണ. ത്വയാ നിത്യമേവ, നീ എല്ലാ ദിവസവും അതിഥിയെ ഏന ഏന ച, ഏതെല്ലാം കൊണ്ടാണോ സന്തോഷിപ്പിക്കുവാൻ പറ്റുന്നത് അതെല്ലാം നൽകി തുഷ്യേത, ആനന്ദിപ്പിക്കണം. ആത്മനഃ പ്രദാനേന അഭി, സ്വന്തം ശരീരം കൊടുത്താണെങ്കിൽ പോലും തുഷ്യേത, അവരെ സന്തോഷിപ്പിക്കണം. തേ, നീ കാര്യാഹ, അങ്ങനെയുള്ള കാര്യങ്ങളെ ന വിചാരണാഹ, തെറ്റാണോ ശരിയാണോ എന്ന് വിചാരണ ചെയ്ത് നോക്കരുത്. അവർക്ക് നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു കൊള്ളണം എന്നാണ് അദ്ദേഹം ഭാര്യയെ പോലും ഉപദേശിക്കുന്നത്. അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാം എന്ന് ഭാര്യ ഓഘവതി സമ്മതിക്കുന്നു. ഒരിക്കൽ കാട്ടിലേക്ക് സുദർശനൻ പോയപ്പോൾ ഒരു ബ്രാഹ്മണൻ അതിഥിയായിട്ട് വന്നു. വന്ന ഉടൻ തന്നെ അവൾ അദ്ദേഹത്തെ നന്നായി സ്വീകരിച്ചു, പൂജിച്ചു. എന്നിട്ട് അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ബ്രാഹ്മണൻ യാതൊരു മടിയും കൂടാതെ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലയോ സുന്ദരി, എനിക്ക് നിന്റെ അഴകുള്ള ശരീരം ആസ്വദിക്കണം, നീയുമായി സംഭോഗം ചെയ്യണം എന്നാണ്. നോക്കുക, 54-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: യതി പ്രമാണം ധർമ്മസ്ഥേ ഗൃഹസ്ഥാശ്രമ സമ്മത പ്രധാനേനാത്മനോ രാജ്ഞി കർത്തുമർഹസി മേ പ്രിയം. എൻ്റെ അർത്ഥം, ഗൃഹസ്ഥാശ്രമ സമ്മത, ഗൃഹസ്ഥാശ്രമികൾക്ക് വിധിച്ചിട്ടുള്ള ധർമ്മ യതി തേ പ്രമാണം, അങ്ങനെയുള്ള ധർമ്മമാണ് നിനക്ക് പ്രമാണമെങ്കിൽ, അതായത് നീ അംഗീകരിക്കുന്നതെങ്കിൽ, രാജ്ഞി, അല്ലയോ രാജകുലത്തിൽ പിറന്നവളെ, ആത്മനാ പ്രധാനേന, നിന്റെ ശരീരം തന്നെ എനിക്ക് നൽകിക്കൊണ്ട്, മേ പ്രിയം, എൻ്റെ ഇഷ്ടത്തെ കർത്തും അർഹസി, ചെയ്തു തരിക തന്നെ വേണം അദ്ദേഹം അവളോട് പറയുന്നത്. ബ്രാഹ്മണനായ അതിഥികൾക്ക് വീട്ടിലുള്ളവർ അവരുടെ ഭാര്യമാരെ കൂടെ കിടത്തിക്കൊടുക്കുക എന്ന അന്നത്തെ ഒരു ശ്രേഷ്ഠമായ ആചാരമായിരുന്നു. അതിനാലാണ് ഇന്ന് തെമ്മാടിത്തരം എന്ന് നമ്മൾ കരുതുന്ന ആ പ്രവൃത്തി ഈ ബ്രാഹ്മണൻ അവളോട് കാണിക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ ചെയ്താലേ ക്ഷത്രിയനായ ഗൃഹനാഥൻ നല്ല ശ്രേഷ്ഠനാകൂ, അഥവാ നല്ല സനാതനധർമ്മിയായിട്ടുള്ള ഗൃഹസ്ഥനാകൂ. അതിനാലാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ആ ബ്രാഹ്മണൻ അവളോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നത്.